നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. 22,330 റെസിസ്റ്റൻസ്. 22,280 താഴെ നിന്നാൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ട് 22,200. എക്സാക്റ്റ് ആയിട്ട് 22,200 ഇന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്തു. അതിനുശേഷം 22,280 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തെങ്കിലും കുറച്ച് സമയം ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്നിരുന്നതിന് ശേഷം വീണ്ടും താഴത്തേക്ക് വന്നെങ്കിലും തിരിച്ച് 22,280 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. നിഫ്റ്റിയിലും റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിഫ്റ്റിയിലായാലും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എത്തി തുടങ്ങിയിട്ടുണ്ട്. ലോവർ ലെവലിൽ 21,800 സപ്പോർട്ട്, സ്ട്രോങ് സപ്പോർട്ടാന്ന് പറഞ്ഞ പോലെ തന്നെ ഹയർ ലെവലിൽ ഇനി 22,300 400 അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. 400 അടുത്ത് റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ലോവർ ലെവലായാലും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് ലോവർ ലെവലായാലും 22,100 അടുത്താണ് ലോവർ ലെവലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഹയർ ലെവലിൽ ഈ ഒരു ഏരിയ ഒക്കെ 22,400 അടുത്തൊക്കെ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ബുക്കിന് സാധ്യമായിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ എന്നിരുന്നാലും കൃത്യമായിട്ട് സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. വരും ദിവസങ്ങളിലായാലും ഹയർ ലെവലിൽ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 22,307 താഴെ സപ്പോർട്ട് കാണുന്നത് 22,275 സപ്പോർട്ട് കാണുന്നത്. സോറി, 22,275. അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് 22,230 സപ്പോർട്ട് കാണുന്നത്. അതിനുശേഷം നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 22,150. അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് 22,100. ഇതാണ് ലോവർ ലെവലിലെ സപ്പോർട്ടുകൾ. അതിനുശേഷമുള്ള ഒരു സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ നോക്കുക. ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസുകൾ നൽകാനില്ല. ഹയർ ലെവൽ മാനേജ് ചെയ്യേണ്ട രീതി പറഞ്ഞു തരാം. ഹയർ ലെവലിൽ നമുക്ക് നിഫ്റ്റി 22,400 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ സ്റ്റോപ്പ് ലോസ് 22,370 ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 22,370 താഴെയാണ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണ് 22,400 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ട്രെൻഡ് റിവേഴ്സൽ 22,370 താഴെയാണ് വരുന്നത്. ഹയർ 22,400 മുകളിൽ വേറെ റെസിസ്റ്റൻസ് കാണാനില്ല. എന്നിരുന്നാലും 22,500 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. കാരണം 22,400-500 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് നിലനിൽക്കുമ്പോൾ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിലായാലും ഒരു ട്രെൻഡ് നമുക്ക് പറയാൻ ആയിട്ട് സാധിക്കുക. ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ് ഇനി. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 22,370 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,275 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. 22,275 താഴെ സസ്റ്റൈൻ ചെയ്താൽ വീണ്ടും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,230 സപ്പോർട്ടാണ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 22,230 സപ്പോർട്ട് ആണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 22,275 റെസിസ്റ്റൻസ് ആണ്. വീണ്ടും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകാം. ലോവർ ലെവല് സപ്പോർട്ട് 22,150. അതുപോലെ തന്നെ 22,100 ഹോൾഡ് ചെയ്ത് 22,150 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി 22,100 താഴെ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി വർക്ക് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് തുടക്കത്തിൽ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു. സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് തിരിച്ചു കയറാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും 22,260 ഈ ഒരു സപ്പോർട്ടാണ് ഫിൻ നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിലനിർത്തിയിരുന്നത്. ഈ ഒരു സപ്പോർട്ടിന് മുകളിൽ ബൈയുടെ ഒരു സെന്റിമെന്റിലാണ്. വരും ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് തന്നെ വർക്ക് ചെയ്യും. 22,260.
260 താഴെ ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം പോലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ ഒരു മുകളിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ നിലനിൽക്കാം. ഹയർ ലെവലിൽ വേറെ റെസിസ്റ്റൻസുകൾ നൽകാനില്ല. അതുകൊണ്ട് തന്നെ ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു മിനിമം പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. 22,260 താഴെ 21,260 താഴെ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ സപ്പോർട്ട് ചെറിയ വ്യത്യാസമുണ്ട്. 21,145 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അതിന്റെ ഒരു താഴെ സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ നോക്കുക. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും രാവിലത്തെ ഒരു സെക്ഷനിൽ ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. 47,820 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അതുപോലെ 48,120 ഇതാണ് റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നത്. 120 റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് നിലനിർത്തിയപ്പോൾ തന്നെ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. 820 താഴോട്ട് ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം അതിൽ വീണ്ടും 820 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തു. അതിനുശേഷം ഒരു ബൈ സെന്റിമെന്റിലായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 48,110 മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി. ഇത് തന്നെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ താഴെയുള്ള ഓപ്പണിംഗ് ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ സപ്പോർട്ട് 47,750 സപ്പോർട്ട്. 750 ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 750 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ 47,555 സപ്പോർട്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 47,555 താഴെ കുറച്ച് വീക്ക്നെസ് ആണ്. 47,000 അടുത്താണ് സപ്പോർട്ട് കാണുന്നത്, അതായത് 47,050. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സൈറ്റുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് വരും ദിവസത്തെ വീഡിയോസിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയൊരു ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.